അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഇതിനിടയിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. വിളിച്ചോളാം, ഫോൺ എടുത്താൽ മതി. നമസ്കാരം ജെയിംസേ, പറഞ്ഞോ. സാർ, ഒരു പ്രശ്നമുണ്ട്. ഇന്ന് സാറിൻ്റെ ഓഫീസിലും വീട്ടിലും ഏത് സമയം വിജിലൻസ് റേറ്റ് ഉണ്ടാവും. ഓഹോ സാർ, ആ ടീമിൽ ഞാനും ഉണ്ട്. സാറിന് എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിക്കോ. ശരി ജെയിംസേ, ഉപകാരം. ഞാൻ നോക്കിക്കോളാം. അലക്സേ, എടാ അലക്സേ. എന്താ സാർ? നീ ആ മായയുടെ വീട് വരെ ഒന്ന് പോകണം. സാറില്ലാതെ ഞാനവിടെ പോയിട്ടെന്തിനാ? പറയുന്നത് ആദ്യം കേൾക്കണം മണ്ട. ഒരു പണി വരുന്നുണ്ട്, ഒരു വിജിലൻസ് റെയ്ഡ്. ഇവിടെ ഓഫീസിലും വീട്ടിലും ഒരേ സമയത്ത്. നമ്മുടെ ജെയിംസ് വിളിച്ച് പറഞ്ഞതാ. ആ മന്ത്രി അവറാച്ചൻ്റെ കൊട്ടേഷനാ. ഇവിടെ ഒരു 25 ഇരിപ്പുണ്ട്. നീ കൊണ്ടുപോയി ആ മായയുടെ വീട്ടിൽ കൊടുക്കണം. എന്നെ അവളെ ലിങ്ക് ചെയ്യാൻ പറ്റിയ കണക്ഷനൊന്നും യുവമാരുടെ പക്കലില്ല. പെട്ടെന്നാവട്ടെ. ശരി സാർ. ഹലോ, പറഞ്ഞോളൂ. എടീ, ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് നവീൻ, നിനക്കറിയാൻ വഴിയില്ല, അവനിന്ന് വീട്ടിലേക്ക് വരും. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ കാത്തിരിക്കുന്ന വലിയൊരു പ്രോജക്റ്റിന്റെ പേപ്പേഴ്സുമായിട്ടാണ് അവൻ വരുന്നത്. അത് വാങ്ങി വെക്കണം. കൂടാതെ ഞാൻ അവിടെ ഇല്ലാത്ത കുറവ് അവനെ അറിയിക്കരുത്. നന്നായി ട്രീറ്റ് ചെയ്ത് വിട്ടേക്കണം. ശരി ശരി. ഡീ, കേട്ടല്ലോ? ഓക്കെ. ശരി ശരി. അയാളുടെ നശിച്ചൊരു ബിസിനസ് ഡീല്. എനിക്കറിയാം അയാളുടെ ബിസിനസ് ട്രിപ്പ് എന്താണെന്ന്. ഇന്ന് ഭാര്യയോട് എന്ത് കള്ളമ്മ പറഞ്ഞത്? ബിസിനസ് ട്രിപ്പ് എവിടേക്കാ? ചെന്നൈയോ ബാംഗ്ലൂരോ? അപ്പോൾ അയൽ വന്നത് പറഞ്ഞു. മനസ്സ് മുഴുവൻ നീ ആയിരുന്നല്ലോ. ഇവിടേക്ക് ഓടിയെത്താനുള്ള വെപ്രളവുമായിരുന്നു. ഇങ്ങനെ പേടിച്ചും കള്ളം പറഞ്ഞും എത്ര നാൾ? നിങ്ങൾ എന്നാണ് എൻ്റേത് മാത്രമാകുന്നത്? ഒട്ടും വൈകാതെ. ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. സർ, വി ആർ ഫ്രം വിജിലൻസ്. പ്ലീസ് കോപ്പറേറ്റ്. സാർ, ഫോണും കൊടുത്തേക്കണം സർ. റെയ്ഡായിരിക്കും അല്ലേ? അതെ സാർ, റെയ്ഡാണ്. പ്ലീസ് സഹകരിക്കണം. ശരി, നടക്കട്ടെ സാർ, പ്ലീസ്. ഓഫീസർ, പക്ഷെ ഒരു കാര്യം, നിങ്ങൾ ഇവിടുന്ന് തിരികെ പോകുമ്പോൾ എനിക്കെതിരെയുള്ള തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടാവണം. ഇല്ലെങ്കിൽ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ്. അലക്സോ, നിന്റെ സാറ് വന്നില്ലേ? കാറിനകത്തുണ്ടോ? കാറിന്ന് ഇറങ്ങി വരാൻ പറയേ. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത്? അയാളില്ലാതെ എനിക്കിവിടെ വരാൻ പാടില്ലേ? അതെന്താടാ ഒരു മൊന വെച്ച സംസാരം? ഒരു മൊനയില്ലേ ചേച്ചി, കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം. ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താണ്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം, പ്ലീസ്.
എടി ചെക്ക, നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയാമോ? പൊക്കോ പൊക്കോ. എല്ലാം അറിയാം ചേച്ചി. അയാൾ തരുന്നതും പണം, ഞാൻ തരുന്നതും പണം. ഒരുപക്ഷെ അയാൾ തരുന്നതിനേക്കാൾ കൂടുതൽ. നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? 1000-നും 10,000-നും പോകുന്ന ലോക്കൽ സെറ്റപ്പാണ് ഞാനെന്നോ? ചേച്ചിയുടെ വിലയൊന്നും എനിക്കറിയില്ല. ഇതിലൊരു 25 ഉണ്ട്. എൻ്റെ ഒരു പ്രോപ്പർട്ടി വിറ്റ് എൻ്റെ അഡ്വാൻസ് ആണ്. ഇതെടുത്ത് അകത്ത് വെച്ചു. കേറി വാ. പറ മോനൂസേ. എടേ, ഞാൻ നമ്മുടെ അലക്സിന്റെ കയ്യിൽ ഒരു 25 കൊടുത്തു വിട്ടായിരുന്നു. കിട്ടിയായിരുന്നല്ലോ. ഭദ്രമായി വെച്ചോ. അടുത്ത ആഴ്ച 1-2 അണ്ണാക്കി തള്ളാനുള്ളതാ. ആ, ഞാൻ ശനിയാഴ്ച അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ശരി. മിസ്റ്റർ നവീൻ, ചേട്ടൻ പറഞ്ഞിരുന്നു അകത്തേക്ക് വന്നോളൂ. അല്ല ഞാൻ മനസ്സിലായി, നവീനല്ലേ? അകത്തേക്ക് വന്നോളൂ. ആ പ്രദീപേട്ടൻ പറഞ്ഞായിരുന്നു നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ. ഞാൻ ശ്രേയ. എന്താ കുടിക്കാൻ വേണ്ടേ? അയ്യോ വേണ്ട, ഞാൻ ധൃതിയിലാണ്. ഈ പേപ്പേഴ്സ് ഇവിടെ ഏൽപ്പിക്കണം, പോകണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ വരെ വന്നിട്ട് ഒന്നും കഴിക്കാതെ പോയാൽ പ്രദീപേട്ടൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും. അപ്പോൾ ശരി മാഡം, അപ്പോൾ തന്നെ ഒരുപാട് വൈകി, ഞാൻ ഇറങ്ങട്ടെ. മാഡമോ? ഇപ്പൊ നമ്മൾ നല്ല സുഹൃത്തുക്കളായില്ലേ? കോൾ മീ ശ്രേയ. ഓക്കെ ശ്രേയ, നമുക്ക് കാണാം. ഒന്ന് നിൽക്കാവോ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മാത്രമേ അറിയാവൂ. പറയൂ. പ്രദീപേട്ടനും നിങ്ങളും തമ്മിൽ നല്ല സുഹൃത്തുക്കളല്ലേ? ആ. അപ്പൊ എന്തായാലും നിങ്ങൾക്കത് അറിയാൻ പറ്റും. ആരാണ് ഈ നിത്യ? എന്താണ് അയാളും നിത്യയും തമ്മിലുള്ള ബന്ധം? അറിയുമെങ്കിൽ പറയൂ നവീൻ, പ്ലീസ്. സമാധാനമായിരിക്കൂ നവീൻ, പ്ലീസ്. ആ ജ്യൂസ് എടുത്ത് കുടിക്ക്. വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട് ചില സംശയങ്ങളെയാണ് നിങ്ങളൊരൊറ്റ ചോദ്യത്തിലൂടെ പുറത്തേക്ക് വലിച്ചിട്ടത്. നിങ്ങളിപ്പോൾ പറഞ്ഞ നിത്യ മറ്റാരുമല്ല, എൻ്റെ ഭാര്യ തന്നെയാണ്. ഇപ്പോഴാണ് എൻ്റെ സംശയങ്ങളെല്ലാം സത്യമായിരിക്കുന്നത്. ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം. കഴിയുമെങ്കിൽ ഈ അല്പം മദ്യം തരൂ. അതിനെന്താ നവീൻ? ചേട്ടൻ വാങ്ങിയ സാധനം ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. പ്ലീസ് വെയിറ്റ്.
ഞാൻ ഒറ്റയ്ക്കോ? നമ്മൾ തുല്യ ദുഃഖിതരല്ലേ, വഞ്ചിക്കപ്പെട്ടവർ. നിങ്ങളും കഴിക്കൂ. ശ്രേയ, നമുക്കൊരു പണി കിട്ടി. തിരിച്ച് അതേ നാണയത്തിൽ നമുക്കൊരു പണി കൊടുത്താലോ? മനസ്സിലായില്ല. അവരേതോ നാട്ടിൽ സൂഹിക്കാൻ പോയിരിക്കുന്നു. നമ്മളിവിടെ കള്ളം കുടിച്ച് സങ്കടപ്പെട്ട് നമുക്കൊന്ന് സൂഹിച്ചാലോ? ഹലോ ഹലോ ഡി, പേപ്പേഴ്സ് എല്ലാം കിട്ടിയല്ലോ. ഒന്നും മിസ്സാകരുതേ, സേഫായി വെച്ചേക്കണം കേട്ടോടി. എല്ലാം സേഫാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ടിനെ കംഫർട്ടാക്കി വിട്ടിട്ടുമുണ്ട്. ഓ സോറി, പറയാൻ വിട്ടു. നവീന് തിരക്കായതുകൊണ്ട് അവന്റെ ഡ്രൈവർ അജയാണ് കൊണ്ടുവന്നത്. നവീനെ പിന്നീട് ഒരിക്കൽ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ശരി, ബൈ. Cheers.